ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ തേങ്ങാച്ചോറ് ബീഫ് ഫലാക്കുലയാണ്. കേരളത്തിലെ ഫുഡ് ഫെസ്റ്റിവലുകൾക്ക് പോയി വിജയകരമായിട്ട് വന്നിട്ടുള്ളൊരു വിഭവമാണത്. കുടുംബശ്രീയുടെ ഫുഡ് ഫെസ്റ്റിവലുകൾ ഞങ്ങൾ സ്ഥിരമായിട്ട് പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു 3 വർഷത്തോളമായിട്ട് കേരളീയം പരിപാടിയിലാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ ഫലാക്കുല വിജയിച്ചിട്ടുള്ളത്, തേങ്ങാച്ചോറും ബീഫ് ഫലാക്കുല. ഇപ്പോൾ അത് തൃശ്ശൂർ, പിന്നെ അതുപോലെ ചെങ്ങന്നൂർ, പട്ടാമ്പി, എറണാകുളം വിവിധ സ്ഥലങ്ങളിൽ പോയിട്ട് ഞങ്ങൾ ഫുഡ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാറുണ്ട്. ഞങ്ങൾ ഫുഡ് ഫെസ്റ്റിന് പോകുന്ന സമയത്ത് അടിച്ചിട്ടില്ലാണ് അതിൽ, അപ്പോൾ ആളെ നിർത്തലില്ല. അപ്പോൾ ആ സമയത്ത് അവർ വിളിക്കും, നിങ്ങൾ എവിടെ വന്നില്ലേ, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. അത് വരുന്ന ആൾക്കാരുടെ വയറും മനസ്സും നിറയുന്നത് വരെ നമ്മൾ ഭക്ഷണം കൊടുക്കും. 25 വർഷമായി ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് കൊടുക്കുന്നത്. അന്ന് മുതലുള്ള സുഹൃത്തുക്കളാണ്. എൻ്റെ പേര് സുഹറ എന്നാണ്. എൻ്റെ പേര് ഷമീറ. മത്സരത്തിന് ഞങ്ങൾക്ക് നെയ്ച്ചോറ്, ചിക്കൻ റോസ്റ്റ്, പിന്നെ ഒരു പായസം, വെറൈറ്റി പായസമായിരുന്നു. ഞങ്ങൾ പച്ച പപ്പായ ക്യാരറ്റും കൂടി ഉപയോഗിച്ചിട്ട് ഒരു പായസമാണ് അവിടെ ഉണ്ടാക്കിയത്. 3ാം സ്ഥാനമാണ് കിട്ടിയിട്ടുള്ളത്. കുറേ പഞ്ചായത്ത് ഉണ്ടായിരുന്നു, അതിൽ 3ാം സ്ഥാനം. 10-15 ടീം ഉണ്ടായിരുന്നു, അതിൽ 3ാം സ്ഥാനം കിട്ടിയത്. പഠിച്ച് ഞങ്ങൾക്ക് ഐഫ്രം എന്ന് പറഞ്ഞ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് ഐഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു ടീം വന്നിട്ട് ഞങ്ങൾ ഒരു 21 ദിവസത്തെ ട്രെയിനിങ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് തേങ്ങാച്ചോറ്, ബീഫ് ഫലാക്കുല, നെയ്ച്ചോറ്, ചിക്കൻ പീസ് ആണ് ഇപ്പോൾ ഉള്ളത്. തേങ്ങാച്ചോറും ബീഫും നെയ്ച്ചോറും ചിക്കൻ പീസ് ആണെങ്കിൽ 120 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ലൊക്കേഷൻ നമ്മൾ പാലക്കാട് ജില്ലയിലാണ് ഇത് ഉള്ളത്. ഒറ്റപ്പാലം ചെപ്പശ്ശേരി റൂട്ടിൽ കോതകുറിശി എന്ന ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് 5ാം മൈൽ. പപ്പടം തേങ്ങാച്ചോർക്ക് പപ്പടല് എന്താ ചോറ് ഹോട്ടലിൽ കിട്ടണം. ഞങ്ങൾക്ക് വീട്ടിലെ ഭക്ഷണം കഴിക്കണേ. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാമല്ലോ. ഒരു ഗ്ലാസ് വെള്ളം കഴിഞ്ഞാൽ പിന്നെ വെള്ളം വേണ്ടേ, പപ്പടം കഴിഞ്ഞാൽ പിന്നെയും കഴിക്കും. അതിവിടെ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മേടിച്ച് കഴിക്കുന്നു. നെയ്ച്ചോറുണ്ട്, കോഴി പൊരിച്ചതുണ്ട്, ബീഫുണ്ട്, പിന്നെ തേങ്ങാച്ചോറുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ പത്തിരിയും ബീഫുണ്ട്. എന്ത് വേണമെങ്കിലും വന്ന് കഴിക്കാം. നല്ല ഭക്ഷണമാണ്. ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് തേങ്ങാച്ചോറും ബീഫും. ഭക്ഷണം അടിപൊളിയാണ്, സൂപ്പർ ഭക്ഷണമാണ്. നമ്മൾ ഡെയിലി വന്നു പോകുന്ന ആളാണ്. ഒന്നുമില്ലെങ്കിൽ ഉച്ചയ്ക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം. അതേമാതിരി ബീഫ് സെറ്റപ്പാണ്, അടിപൊളിയാണ്. അടിപൊളി ബീഫ് അലാക്കുലയും തേങ്ങാച്ചോറും. എല്ലാവരുടെയും ബിരിയാണി, നെയ്ച്ചോറ് എന്നീ സാധനങ്ങളാണ്. പക്ഷേ ഈ തേങ്ങാച്ചോറ് ചില ഹോട്ടലുകൾ മാത്രമേ കിട്ടുള്ളൂ. അതുമല്ല, ഈ ബീഫ് അലാക്കുല എന്താണെന്നുള്ളത് ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം. ബീഫ് നല്ല സ്മൂത്തായിട്ടുണ്ട്. പപ്പടും ഒഴിക്കും. ഇത് ഗ്രേവി ആര് വെച്ചാലും കൊടുക്കും. ഓ ആയിക്കോട്ടെ. ഇവിടെ വെച്ച് കഴിഞ്ഞോ? എങ്ങനെയുണ്ട്? ഞാൻ കൊണ്ടുവരലാണ്, കൊടുത്തിട്ടില്ല. നേരെ മുമ്പിലെ ടയറേടാ. അത് ശരി, അയൽവാസികളാണ്. അത് ശരി. അപ്പോൾ ഫുഡ് കൊണ്ടുവരാത്തപ്പോൾ ഒക്കെ ഇവിടുന്ന് കഴിക്കും. അടിപൊളിയാണോ? നല്ല സൂപ്പറാണല്ലേ? ആയിക്കോട്ടെ, എണീച്ചോളി. ഉഷാറാട്ടെ, ഞാനത് കഴിക്കട്ടെ. നല്ല മാങ്ങച്ചാറുണ്ട് കേട്ടോ, സൂപ്പർ മാങ്ങ. ഓരോ കടയിൽ കയറുമ്പോഴും ഓരോ തരം എക്സ്പീരിയൻസ് ആണ്. ചില ഭാഗങ്ങളിൽ നല്ല അനുഭവം ഉണ്ടാവും, ചില ഭാഗങ്ങളിൽ മോശപ്പെട്ട അനുഭവം ഉണ്ടാകാറുണ്ട്. എന്തായാലും ഈ 2 താത്താരുടെ സംരംഭങ്ങൾ വിജയിക്കട്ടെ, അവരും വലിയ ഉയരങ്ങളിലെത്തട്ടെ. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഭക്ഷണം ഒന്ന് കഴിച്ച് നോക്കുക. താത്താർ പോയാ അടിപൊളി.